റിനി എന്ന യുവനടി എവിടെയാണ്? സമൂഹ മാധ്യമങ്ങളിലെ ചില കമന്റുകൾ ചോദിക്കുന്നത് റിനിക്ക് ഇപ്പോൾ എന്തു പറ്റി, കാണുന്നില്ലല്ലോ, പുതിയ വിവാദമൊന്നുമില്ലേ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം കഴിഞ്ഞ് പുറത്തു വിട്ടിട്ടില്ലേ, അങ്ങനെയടക്കമുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലാവുകയാണ്. ആ വീഡിയോയിൽ അവർ പറയുന്നത് തന്റെ ഇൻബോക്സുകളിൽ വരുന്ന മെസ്സേജുകളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ ഇടിയുന്നു എന്നുള്ളതാണ്. മോളൂസേ, ചക്കരെ, സുന്ദരിയല്ലേ, സുഖാണോ, എവിടെയാണ് നീ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വല്ലാതെ അങ്ങ് കുറഞ്ഞു. സത്യത്തിൽ പൊതുജനം പേടിച്ചു തുടങ്ങിയെന്ന് സാരം. ആ വിഷമ വേദന വിവരിക്കുന്ന വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇങ്ങനെ ഫേമസ് ആയതുകൊണ്ടാണോന്നറിയില്ല, എന്റെ ഇൻബോക്സുകളിൽ വരുന്ന മെസ്സേജുകൾക്കൊക്കെ വലിയൊരു കുറവ്, ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. മോളസേ, ചക്കരെ, ഈ സുന്ദരിയാണ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പൊ വരുന്നില്ല. ഇത്രയും ചെറുതായി എങ്ങനെയാണ് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുക? ഇങ്ങനെ ഫേമസ് ആയതുകൊണ്ടായിരിക്കാം ഇൻബോക്സിലേക്ക് വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ മെസ്സേജുകളുടെ എണ്ണത്തിൽ വല്ലാത്തൊരു ഇടവ് സംഭവിക്കുന്നു എന്നുള്ളത്. അതായത് വളരെ വ്യക്തമായി അറിയാം, ഒരു കോൺഗ്രസിലെ ശക്തരായ നേതാവിനെ പല ആക്രമണം നടത്തിക്കൊണ്ട്, പല വിശദീകരണം നടത്തിക്കൊണ്ട്, വിവാദങ്ങൾ നടത്തിക്കൊണ്ട് തറ പറ്റിച്ചപ്പോൾ ആ തറ പറ്റിക്കലൊന്നും തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുകയാണോ ഈ കമന്റിൽ എന്നടക്കമുള്ളവ നമുക്കിപ്പോൾ സംശയമായി തോന്നുകയാണ്. കിട്ടിയതൊന്നും പോരാതെ ഇനിയും ആണുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോയി മെസ്സേജ് അയച്ചുകൊള്ളൂ, ആ ചേച്ചിയുടെ വിഷമം മാറ്റിക്കൊടുത്തോളൂ എന്ന് പറയുന്നവരുടെ എണ്ണവും കുറവല്ല. എന്തായാലും വളരെ വേദനയോടുകൂടിയാണ് ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത്. റിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം തനിക്കുണ്ടായ ഊർജവും തനിക്കുണ്ടായിരുന്ന സന്തോഷവും ഒക്കെ തന്നെ ഇൻബോക്സിൽ വരുന്ന ഇത്തരത്തിലുള്ള കമന്റുകളായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകളായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ ഏത് തരത്തിലാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സംശയമായി മാറുന്നത്. എന്തായാലും ഇപ്പോൾ റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റാരെയും കുറിച്ചുമല്ല, KJ ഷൈനിനെ കുറിച്ചിട്ടായിരുന്നു. സൈബർ ആക്രമണത്തിൽ CPM നേതാവ് KJ ഷൈനിനെ പിന്തുണയുമായാണ് നടി റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നത്. അശ്ലീല കഥകൾ കൊണ്ട് പൊതുരംഗത്തുള്ള സ്ത്രീകളെ തളർത്താനാവില്ല എന്നും ഉമ്മാക്കി കാണിച്ച് വിരട്ടാമെന്ന് കരുതേണ്ട എന്നുമാണ് റിനി ആൻഡ് ജോർജ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാമെന്ന് കരുതുന്നവരോട് ഇത്തരം ഉമ്മാക്കികൾ കാണിച്ച് വിരട്ടാമെന്ന് കരുതണ്ട. അപവാദ പ്രചാരണങ്ങളും അശ്ലീല കഥകളും തളർത്തുകയല്ല, മറിച്ച് അത് കൂടുതൽ ശക്തി പകരുകയാണ് ചെയ്യുന്നത്. മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജം നൽകും. സൈബർ ഇടങ്ങളിലെ സ്ത്രീ ഹത്യക്കെതിരെ ജാതി മത രാഷ്ട്രീയ പ്രായഭേദമന്യേ സ്ത്രീകൾ പോരാടുക തന്നെ ചെയ്യുമെന്നും റിനി പറയുകയാണ്. എന്തായാലും റിനിയുടെ പോരാട്ടം തുടരട്ടെ. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കൂടി വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. സംസ്ഥാന UDF നയ വിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലെത്തി. ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പാലക്കാട് MLAയുടെ കാര്യത്തിൽ നടപ്പിലാക്കി. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. അത് പാർട്ടി എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടി UDF ഘടകകക്ഷികളെയും സ്പീക്കറെയും അറിയിച്ചതായും VD സതീശൻ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പാലക്കാടേക്ക് സ്വാഗതം ചെയ്യുകയാണ് UDF. മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മാരായിമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്യുന്നത്. രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും. പാലക്കാടിന് നാഥനില്ലെന്ന കാര്യം ഉടൻ പരിഹരിക്കപ്പെടും. രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കുകയില്ല. ജനങ്ങൾക്ക് ഇടയിൽ ഈ വിഷയം ചർച്ചയായിട്ടുമില്ല. തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ മണ്ഡലത്തിൽ എത്തുമ്പോൾ സംരക്ഷണം ഒരുക്കുകയോ വേണ്ടയോ എന്ന് UDF തീരുമാനിച്ചിട്ടില്ലെന്നും മാരായിമംഗലം പറയുന്നു.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിവാദത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പിന്നീട് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു. നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയെങ്കിലും പ്രതിപക്ഷം കുറിപ്പ് നൽകുകയും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് സഭയിലേക്ക് വന്നിട്ടുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവ് ജീവിതം കഴിയുകയാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ ശക്തനാക്കാനായിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ ഒരു ബൈറ്റും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഈ ഒരു ബൈറ്റ് ചർച്ചയാകുമ്പോൾ അതിന് വരുന്ന വിശദീകരണം ഈ ഒരു സാഹചര്യത്തിലല്ല, മറിച്ച് RSSന്റെ മറ്റേതോ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വി ഡി സതീശൻ എന്നുള്ള വിമർശനവും കൂടി വരുന്നുണ്ട്. അതിൽ വി ഡി സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങുക തന്നെ ചെയ്യും. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ജില്ലകളിൽ അദ്ദേഹം ഇറങ്ങുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ ഭയവും വേണ്ട, അതിന് കൂടുതൽ സംരക്ഷണം കോൺഗ്രസ് നൽകും എന്നായിരുന്നു ആ ബൈറ്റ്. പക്ഷേ ആ ബൈറ്റ് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു വിശദീകരണം വന്നത് ഈ ഒരു ഘട്ടത്തിലല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബൈറ്റ് വന്നതിന് പിന്നാലെ, സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതിന് പിന്നാലെ രാഹുലിന്റെ വഴിക്ക് വി ഡി സതീശൻ വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം വിശദീകരണം കൂടി വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയും റിനി ആൻഡ് ജോർജ് എന്ന യുവനടിയുടെ അവസ്ഥയും നിലവിൽ ഇങ്ങനെയാണ്.